2 മാസത്തെ വേനലവധിക്ക് ശേഷം നാളെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോവുകയാണ്. മുൻ വർഷങ്ങളെ പോലെയല്ല, ഇത്തവണ ചില പ്രത്യേകതകളും ഈ അധ്യയന വർഷത്തിനുണ്ട്. എന്തായാലും അതെന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം മിനിസ്റ്ററെ. എന്തായാലും നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ക്ലാസ് ടൈമിൽ ചില മാറ്റങ്ങൾ വരുന്നു. പിന്നെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ നൈപുണ്യ വികസനത്തിന് വേണ്ടി ചില പാഠ്യപദ്ധതികൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ 8ാം ക്ലാസ്സിലും ഇത്തവണയും ഈ വാല്യുവേഷനിൽ ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അടുത്ത വർഷം മുതൽ അത് നല്ല രീതിയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആദ്യം നമുക്ക് ക്ലാസ് ടൈം, അതിലേക്ക് വരാം. ക്ലാസ് ടൈം കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുമോ? ക്ലാസ് ടൈം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റായി ചെയ്തതല്ല. യഥാർത്ഥത്തിൽ ഈ പഠിപ്പിക്കേണ്ട ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 210-220 ദിവസം എന്നുള്ള നിലയിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കി ഇരുന്നതാണല്ലോ. അത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെയും കേരള എഡ്യൂക്കേഷൻ റൂളും ഒക്കെ വെച്ചുകൊണ്ട് അതിൽ പറയുന്ന വെച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ ചായ്വുള്ള അധ്യാപക സംഘടന കോടതിയിൽ പോകുന്നത്. ഹൈസ്കൂളിന് അരമണിക്കൂർ കൂട്ടേണ്ടി വന്നു. ശനിയാഴ്ചയൊക്കെ എടുത്തതിന് ശേഷം അരമണിക്കൂർ വെച്ചാൽ രാവിലെ 15 മിനിറ്റ്, പിന്നെ വൈകുന്നേരം 15 മിനിറ്റ്. നിലവിൽ എന്തായാലും 10 മണി എന്നുള്ളത് 9:45 ക്ലാസ്സിലെത്തണം, 4:15 എന്നുള്ളത് അത് പോകണം. പക്ഷെ അതല്ല പ്രശ്നം. ആ സ്കൂളിൽ LP UP കുട്ടികളുണ്ടെങ്കിൽ ഈ 2 കുട്ടികളും കൂടെ ഒരു ബസ്സിലാണ് പോകണമെങ്കിൽ പ്രശ്നമാണത്. അവർ കൂടുതൽ സമയം കാത്തിരിക്കുന്നത്. ഈ നമ്മുടെ പാഠ്യപദ്ധതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കരിക്കുലം, ഒപ്പം നമ്മൾ പുതിയൊരു തുടക്കത്തിൽ ആദ്യ 2 ആഴ്ച നമ്മൾ പഠിപ്പിക്കുന്നത് പൊതു വിഷയങ്ങളാണ് എന്നുള്ളതാണ്. അതൊരു ലഹരിക്കെതിരെ തുടങ്ങി ഒരു പക്ഷേ സ്കൂളുകളിൽ നിന്ന് തുടക്കത്തിൽ നിന്നും നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് അത് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. അത്തരത്തിലൊരു ആശയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതായത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മഹാഭൂരിപക്ഷം കുട്ടികളും അവർക്കൊരു പൊതുവിജ്ഞാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കണ്ടത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കലുമാണ്. മനുഷ്യൻ്റെ ജീവൻ വിറ്റ് കാശ് വാങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടം കാവാലിന്മാർക്കെതിരായിട്ട് ശക്തമായ സമരം നടത്തേണ്ട പ്രശ്നമാണ്. ഇന്നിപ്പോൾ എന്നെ നിങ്ങളുടെ ശ്രീകണ്ഠൻ നായർ വന്നിരുന്നു. ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വന്നതാണ്. ശ്രീകണ്ഠൻ നായരുടെ ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ, ലഹരിക്കെതിരായിട്ടുള്ള മുന്നേറ്റം. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും നല്ല വരവേൽപ്പാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് കുറേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിവരങ്ങളും അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിലൊരു കോപ്പി എനിക്ക് നൽകിയിരുന്നു. ആ വിവരങ്ങളിൽ നല്ലൊരു ശതമാനം സ്കൂൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ കേട്ടാൽ ഞെട്ടുന്ന വിവരങ്ങളാണ് ഉള്ളത്. ഗ്രൗണ്ട് ലെവലിൽ പോയിട്ടാണ് പഠിച്ചത്. അതെ, കേട്ടാൽ ഞെട്ടുന്ന വിവരങ്ങളാണുള്ളത്. നമ്മുടെ രക്ഷകർത്താക്കളാണെങ്കിൽ ഒട്ട് പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ മകൻ ഇതിനടിമയാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ലെന്നത് മാത്രമല്ല, ചികിത്സിക്കേണ്ട ഒരു അവസരം ഉണ്ടായാൽ ചികിത്സിക്കാൻ പോലും ദുരഭിമാനത്തിൻ്റെ പേരിൽ തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ലഹരി സമൂഹത്തിലുണ്ടാക്കുന്ന വിപത്തിനെ സംബന്ധിച്ചിടത്തോളം ആണോ ആദ്യം ഒരു ക്ലാസ് കൊടുക്കുന്നത്. ഒരു ദിവസം 1 മണിക്കൂറാണ്. അപ്പോൾ ലഹരി ആയി, അതുപോലെ തന്നെ പരിസര ശുചീകരണം, ശുചിത്വം, വ്യക്തി ശുചിത്വം, മര്യാദകൾ, പാലിക്കേണ്ട മര്യാദകൾ, ട്രാഫിക് നിയമങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും അറിയില്ല. ഇപ്പോൾ കുട്ടികളെ ഉപദ്രവിച്ചാൽ കേസെടുക്കുന്നുണ്ടല്ലോ, കുട്ടികളെ ആരും ഉപദ്രവിച്ചാലും കേസെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ആരെങ്കിലും ഒരാളെ നമ്മളെ സമീപിച്ചാൽ നമുക്ക് പ്രാഥമിക ലക്ഷണം കണ്ടുകൊണ്ട് ഒരു കുട്ടി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഇപ്പോൾ പോക്സോ കേസ് തന്നെ നമ്മുടെ വകുപ്പിലുമുണ്ട്. 12 അധ്യാപകരെ പിരിച്ചു. ഇതെല്ലാം ഒരു കുട്ടികൾ പറയുന്നത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. ആക്സിഡൻ്റലി കൗൺസിലിംഗ് എല്ലാം നടക്കുമ്പോഴാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രസക്തി ഇല്ലാതെ മാറുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 ആഴ്ചക്കാലം കുട്ടികളെ ഒരു ജനറൽ നോളജ് കൊടുക്കുന്നു. ഒരു 3 മാസമോ 6 മാസമോ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ അത് റിവൈൻഡ് ചെയ്യുന്നു.
ഈ വിദ്യാർത്ഥികൾ എപ്പോഴും പരാതി നേരിട്ട് സോഷ്യൽ മീഡിയയിലും എല്ലാം മന്ത്രി അപ്പൂപ്പനോട് വിളിച്ചു പറയുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അവർ പറഞ്ഞ പരാതികളോ സജഷനോ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പരിഗണിക്കുകയോ അത് പരിഷ്കാരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുട്ടി എന്നോട് വിളിച്ചു പറഞ്ഞത്, പിന്നെ ആ കുട്ടി കൊച്ചുകുട്ടിയാണ്, അപ്പൂപ്പാന്നും ഒന്നും വിളിച്ചില്ല, വിദ്യാഭ്യാസ മന്ത്രി എന്ന് തന്നെ വിളിച്ചു ധൈര്യത്തോടുകൂടി. അത് പിന്നെ പാഠപുസ്തകങ്ങളുടെ വെയിറ്റ് കൂടുതലാണ്, തോളിലിട്ടുകൊണ്ട് പോകുമ്പോൾ പിന്നെ 3 നില കയറിയാണ് പോവേണ്ടത്, തിരിച്ചിറങ്ങി വരുമ്പോൾ അങ്ങനെയാണ്, വീട്ടിൽ ചെന്നാൽ നട്ടലിന് വേദന കാരണം ഉറങ്ങാനും പറ്റത്തില്ല, പഠിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിർമ്മിക്കുന്ന സ്കൂളുകൾക്കൊക്കെ തന്നെ ഒരു ലിഫ്റ്റ് വേണമെന്നുള്ളവരും നിർദ്ദേശം കൊടുത്തു. ഇപ്പം നിർമ്മിക്കുന്ന എല്ലാ പിന്നെ 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 ഇതിലും ലിഫ്റ്റുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിൽ ലിഫ്റ്റുണ്ട്, ഇപ്പോൾ പിന്നെ ഇവിടെ ശ്രീകാര്യ സ്കൂളിൽ ലിഫ്റ്റുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ ലിഫ്റ്റുണ്ട്. അപ്പം എന്തായാലും വിദ്യാർത്ഥികൾ നാളെ സ്കൂളിലേക്ക് പോവുകയാണ്, അവരോട് എന്താണ് പറയാനുള്ളത്? അവർ പിന്നെ തീർച്ചയായിട്ടും അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ട്, കളിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ട്, അവർക്ക് ഏത് സംശയങ്ങളും തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രഗത്ഭരായ അധ്യാപകരുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളായിട്ട് പഠിച്ച് വളർന്നു വരിക. വളരെ നന്ദി. എന്തായാലും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും.